എല്ലാവർക്കും V4 ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീടുകളിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഇൻവെർട്ടറാണ്. ഒരു 300 വാട്ടുള്ള ഒരു ഇൻവെർട്ടർ. നമുക്ക് TV, ഫാൻ, ലൈറ്റുകളൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി തന്നെ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ടുള്ള നമ്മുടെ കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ബാറ്ററികളൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നമുക്ക് വീഡിയോ തുടങ്ങാം. നമ്മൾ അതിനായിട്ടൊരു 400 VAയുടെ ഒരു ബോർഡുണ്ട്. 400 VA എന്ന് പറഞ്ഞാൽ ഏകദേശം 300 വാട്ട് നമുക്കിതിൽ ലോഡ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഇൻവെർട്ടർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബോർഡും പിന്നെ അതിൻ്റെ ട്രാൻസ്ഫോമറുമാണ്. ഇതാണ് അതിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ എന്ന് പറയും. നമ്മളിതിൽ 400 VAയുടെ ബോർഡാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 400 VAയുടെ തന്നെ ട്രാൻസ്ഫോമറും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മളെടുത്ത ബോർഡിനേക്കാളും കുറവുള്ള ട്രാൻസ്ഫോമർ എടുക്കരുത്. കാരണം നമ്മൾ ഫുൾ ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ കത്തിപ്പോകും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബോർഡിനേക്കാളും കൂടുതലുള്ള ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുക. അപ്പോൾ 400 VAയുടെ ബോർഡിന് വേണമെങ്കിൽ 400-നേക്കാളും കൂടുതൽ ഉള്ള ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുക. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് കപ്പാസിറ്ററാണ്. അതായത് നമുക്ക് ഈ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റർ, അതേപോലെ തന്നെ ക്യാബിൻ, പിന്നെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ബാറ്ററി ക്ലാമ്പുകൾ, പിന്നീട് വേണ്ടതാണ് ഔട്ട്പുട്ട് കണക്ടർ, പിന്നെ അതേപോലെ തന്നെ DC വയറുകൾ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാനായിട്ട്. നമുക്ക് റെഡും ബ്ലാക്ക് ഉണ്ടെങ്കിൽ നന്നായി. എൻ്റെ റെഡ് മാത്രമല്ല, നമ്മൾ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചുറ്റിയിട്ട് ബ്ലാക്ക് ആക്കാനുള്ള പരിപാടിയാണ്. ഇത്രയ്ക്കാണ് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. ഇനി മെയിനായിട്ട് അറിയേണ്ടത് നമുക്ക് നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൻ്റെയും അതേപോലെ തന്നെ ഈ ബോർഡിൻ്റെയും കണക്ഷനുകളാണ്. നമ്മുടെ ഈ ട്രാൻസ്ഫോമർ നോക്കുകയാണെങ്കിൽ ഇതിൽ 3 കണക്ഷൻ ഉണ്ട്. അതായത് ഇതാണ് നമ്മുടെ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത്. ഇത് കോമൺ പോയിൻ്റ്, അപ്പുറത്തെ ഇപ്പുറത്തെയും 12 വോൾട്ട്, അതായത് മോസ്ഫെറ്റിലേക്ക് ഇതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് കണക്ഷൻ പറഞ്ഞു തരാം. അതേമാതിരി തന്നെ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ, ഒരു 160 വോൾട്ട്, ഒരു ഔട്ട്പുട്ട് ടാപ്പ്, ഇതാണ് 3 വരുന്നത്. അതിലിപ്പോൾ ഈ ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് ഈ വൈൻഡിങ് നോക്കിയാൽ സ്റ്റാർട്ടിങ്ങാണ് തുടങ്ങുന്നത്. അതേമാതിരി തന്നെ ചാർജിങ്ങിൻ്റെയാണ് രണ്ടാമത്തെ ടാപ്പ് എന്ന് പറയുന്നത് 160 വോൾട്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്നത് ഔട്ട്പുട്ട് ടാപ്പ്, അത് ഏറ്റവും ലാസ്റ്റ് എടുത്തിട്ടുണ്ടാവും. അത് ഈ ട്രാൻസ്ഫോമറിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ വരുന്നത്. നമ്മൾ ബോർഡ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇതിൽ ഒരു 5 LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതായത് നമുക്ക് എന്തൊക്കെ നടക്കണമെന്ന് അറിയാൻ വേണ്ടി ഇതിൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഓൺ, ചാർജിങ് ഓൺ, ഇൻവെർട്ടർ ഓൺ, ഓവർലോഡ്, ബാറ്ററി ലോ, അങ്ങനെ 5 ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നീട് വരുന്നത് ഇത് ഈ 2 വയറുകൾ, അത് നമുക്ക് ട്രാൻസ്ഫോമറിലേക്കുള്ളതാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഈ 2 പോയിന്റിലേക്കുള്ളത്. അതേപോലെ തന്നെ ബാറ്ററി നെഗറ്റീവ് സപ്ലൈ, അതേപോലെ തന്നെ ബോർഡിലേക്കുള്ള പോസിറ്റീവ് സപ്ലൈ. ഇതാണ് ഈ പോസിറ്റീവ് സപ്ലൈ എന്ന് പറയുന്നത് ബോർഡിലേക്കുള്ളത്. പിന്നെ സ്വിച്ചിലേക്കുള്ള 2 കണക്ഷൻ, സ്വിച്ചിലേക്കുള്ളത്. അങ്ങനെയാണ് ബോർഡിൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി ബോർഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് 160 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ C1 C2 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 160 വോൾട്ട് കൊടുത്തതൊക്കെയാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ ടാപ്പ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ C1 C2 എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. പിന്നീട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്. അതായത് നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്, നമുക്ക് പുറത്തേക്ക് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനുള്ള പോയിൻ്റ്. അടുത്ത 240 വോൾട്ട് എന്ന് പറഞ്ഞത്. 240 വോൾട്ട് എന്നുള്ള ട്രാൻസ്ഫോമറിൻ്റെ ഈ ടാപ്പാണ് നമുക്ക് 240ലേക്ക് കൊടുക്കേണ്ടത്. ഇതെടുത്ത് ഈ 240ലേക്ക് കൊടുക്കുക. ഈ ലൈൻ എന്ന് പറഞ്ഞിടത്താണ് 230 വോൾട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത്. അതേമാതിരി ന്യൂട്രൽ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ, ഇതെല്ലാം കോമൺ ആയിട്ട് കൊടുക്കണം. ഈ ലൈൻ എന്ന് പറഞ്ഞിടത്ത് പുറമേ നിന്ന് വരുന്നുള്ള ആ ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്, 230 വോൾട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ബോർഡിൻ്റെ കണക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാൻ തുടങ്ങാം.
പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അപ്പോഴാണ് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് അസംബ്ലിയിലേക്ക് പോവാം. പിന്നെ ഇതാണ് ഇതിൻ്റെ മാസ്ക് എന്ന് പറയുന്നത്, നമ്മുടെ ഇൻവെർട്ടർ ക്യാബിൻ്റെ ഫ്രണ്ടിലേക്ക് വയ്ക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മാസ്ക്. നമുക്ക് ഇത് ആദ്യം നമുക്ക് നമ്മുടെ ഈ ക്യാബിൻ്റെ മുന്നിൽ നമുക്ക് 4 സ്ക്രൂ വെച്ചിട്ട് ഉറപ്പിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. നമുക്കിത് ആദ്യം ചെയ്യാം. നമ്മുടെ ഈ ക്യാബിനിൽ ഇത് മാസ്കും പിന്നെ ഓൺ ഓഫ് സ്വിച്ചും വെച്ചിട്ടുണ്ട്. അടുത്തായി നമ്മൾ ഇതിൻ്റെ ബോർഡും ട്രാൻസ്ഫോമറും ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബോർഡ് ഇവിടെയാണ് ഉറപ്പിക്കാൻ പോണത്, അതേമാതിരി ട്രാൻസ്ഫോമർ ഇപ്പുറത്തും. നമ്മളിങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡിലേക്കും ട്രാൻസ്ഫോമറിലേക്കുള്ള കണക്ഷൻസ് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അത് ഉറപ്പിക്കാൻ പോണത്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് മാർക്ക് ചെയ്ത് ഡ്രില്ല് ചെയ്യാം. നമ്മളത് ക്യാബിൻ്റെ ഡ്രില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിലത്തെ ഔട്ട്പുട്ട് സോക്കറ്റ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡ് നമുക്ക് ഇവിടെ ഉറപ്പിക്കാം. നമ്മൾ ബോർഡ് ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ഒന്ന് മാറ്റി വയ്ക്കാം, ലാസ്റ്റ് വയ്ക്കാം. ഇതേ നമ്മുടെ ബോർഡ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഔട്ട്പുട്ടിലേക്കുള്ള ഈ സോക്കറ്റിലേക്കുള്ള വയറിങ് ചെയ്യാം. മെയിനായിട്ട് നമുക്കിതിൽ വരുന്നത് ഒരു ഇൻപുട്ട്, ഒരു ന്യൂട്രൽ, ഒരു ഔട്ട്പുട്ട്. നമ്മൾ റെഡ് ഇൻപുട്ടായിട്ടും ബ്ലാക്ക് ന്യൂട്രലായിട്ടും യെല്ലോ ഔട്ട്പുട്ടായിട്ടാണ് നമ്മൾ വയർ ചെയ്യാൻ പോണത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ന്യൂട്രൽ ലൈൻ, അതേമാതിരി 240 വോൾട്ട്, പിന്നെ ഔട്ട്പുട്ട്, പിന്നെ C1 C2, പിന്നെ 160 വോൾട്ട്. അതിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ന്യൂട്രൽ, അതേമാതിരി ലൈന്, പിന്നെ ഔട്ട്പുട്ട്. ഈ 3 വയറിങ്ങാണ് നമുക്ക് ആ ഔട്ട്പുട്ട് സോക്കറ്റിലേക്കുള്ളത്. നമുക്കത് സോൾഡർ ചെയ്തിട്ട് നമുക്കത് ഔട്ട്പുട്ട് സോക്കറ്റിലേക്ക് കൊടുക്കാം. ഇതിൽ നമ്മൾ ബ്ലാക്ക് ന്യൂട്രലായിട്ടും റെഡ് ലൈൻ ഇന്നായിട്ടും യെല്ലോ ഔട്ട്പുട്ടായിട്ടും നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്കത് ഔട്ട്പുട്ട് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാം. നമ്മളത് ഔട്ട്പുട്ട് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. യെല്ലോ ഔട്ട്പുട്ട്, ബ്ലാക്ക് ന്യൂട്രൽ, റെഡ് ഇന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത്. അടുത്തായിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഉറപ്പിക്കാം. ട്രാൻസ്ഫോമർ ഉറപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ കോട്ടിങ്ങൊക്കെ കളഞ്ഞ് നമുക്ക് നല്ല വൃത്തിയാക്കാം. അതൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം, നമുക്ക് കറക്റ്റായിട്ട് സോൾഡറിങ് പിടിക്കാനായിട്ട്. ഇനി നമുക്കിത് ട്രാൻസ്ഫോമർ ഈ ക്യാബിനിൽ ഉറപ്പിക്കാം. ഇതേമാതിരിയുള്ള 4 വലുപ്പമുള്ള നെറ്റ് ബോൾട്ട് വെച്ച് ഇതിൽ നമ്മൾ ഈ ബോർഡിലത്തെ ഈ റെഡ് വയറാന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഈ ഇതിലേക്കും, അതേമാതിരി തന്നെ ഇപ്പുറത്തെ ഈ റെഡ് വയർ എന്ന് പറഞ്ഞ ട്രാൻസ്ഫോമറിൻ്റെ ഇപ്പുറത്തെ ടീഡിലേക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ ആ ബ്ലാക്ക് എന്ന് പറയുന്നതാണ് നമുക്ക് നെഗറ്റീവ്, ബാറ്ററി നെഗറ്റീവ് എന്ന് പറയണത്. അതേമാതിരി തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ആ സെൻട്രൽ പോയിൻ്റാണ് ബാറ്ററിക്കുള്ള പോസിറ്റീവ്. നമുക്കതിനായിട്ട് നമുക്ക് ഈ ബാറ്ററി വയറുകൾ എടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററി ക്ലാമ്പുകൾ നമുക്ക് ഇതിൽ നന്നായിട്ട് സോൾഡർ ചെയ്തിട്ട് ഉറപ്പിക്കാം. ഈ ക്ലാമ്പുകൾ നമ്മൾ നന്നായിട്ട് സോൾഡർ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതേമാതിരി തന്നെ ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് സോൾഡറിങ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ലൂസ് കണക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി നമുക്ക് ഈ ബോർഡിലത്തെ ഈ നെഗറ്റീവ് വയർ നമുക്ക് ഇവിടുന്ന് സോൾഡർ ചെയ്തെടുക്കാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ലെങ്ത്ത് കുറവായതുകൊണ്ട് വേറൊരു വയർ ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് സോൾഡർ ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററി നെഗറ്റീവ് വയർ, അതായത് നമ്മൾ ടേപ്പൊക്കെ ചുറ്റിയിട്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, ആ വയർ നമുക്കിതിൽ ഡയറക്റ്റ് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ജോയിൻ്റ് ഒഴിവായി കിട്ടും. ഇതിലിത് നമ്മൾ നെഗറ്റീവ് നേരിട്ട് സോൾഡർ ചെയ്തെടുത്തു. അപ്പോൾ നമുക്കൊരു ജോയിൻ്റ് ഒഴിവാക്കാൻ പറ്റി. അതായത് നെഗറ്റീവ് വയർ, ബാറ്ററിക്കുള്ള നെഗറ്റീവ്. അതേമാതിരി തന്നെ നമ്മൾ പോസിറ്റീവ് വയർ ഒരെണ്ണെടുത്ത് ബാറ്ററിക്കുള്ള പോസിറ്റീവ് എടുത്ത് നേരെ ഈ വയറ് നേരെ ട്രാൻസ്ഫോമറിൻ്റെ സെൻട്രലത്തെ ലീഡിലേക്ക് കൊടുത്തിട്ടുണ്ട്.
അതുമാതിരി തന്നെ നമ്മുടെ ഈ ബോർഡിലേക്കുള്ള അത് പോസിറ്റീവ് ബോർഡിലേക്കുള്ള 12 വോൾട്ട് നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് പറഞ്ഞ അതിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, കാണില്ലേ 12 വോൾട്ട്. അത് നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി സോൾഡർ ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് ടാപ്പ് ചുറ്റാം. നമ്മൾ വയറുകളൊന്നും ഷോർട്ടാകാത്ത രീതിക്ക് നന്നായി തന്നെ ടാപ്പ് ചുറ്റാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡിലേക്കുള്ള ബാക്കി 2 വയറുകളും നമുക്ക് ട്രാൻസ്ഫോമറിലേക്ക് സോൾഡർ ചെയ്യാം. ഈ റെഡ് വയർ നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ തട്ടത്തിലേക്കും, അതേമാതിരി ഈ വയർ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ അപ്പുറത്തെ ലീഡിലേക്കാണ് കൊടുക്കേണ്ടത്. വേണ്ട, ഈ വയർ ഇതിലേക്കും ഇപ്പുറത്തെ ഇതിലേക്കും. ഇനി ഇത് നന്നായി നമുക്ക് സോൾഡർ ചെയ്യാം. നമുക്കിനി കൂടുതൽ ലീഡുകൾ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് നന്നായി ടാപ്പ് ചുറ്റാം. അത് കഴിഞ്ഞാൽ നമുക്ക് ബോർഡിൽ നിന്ന് സ്വിച്ചിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. ഇതാണ് ബോർഡിൽ നിന്ന് സ്വിച്ചിലേക്കുള്ളത്. ഇത് നമുക്ക് സ്വിച്ചിലേക്ക് കൊടുക്കാം. നമ്മളിത് സ്വിച്ചിലേക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ ലീഡുകൾ നമുക്ക് ഈ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കാം. അതിൽ ഇത് ഔട്ട്പുട്ടാണ്. അതേമാതിരി തന്നെ ഇത് 160 ചാർജിങ്ങിൻ്റെ, പിന്നെ ഒരു ന്യൂട്രൽ. ഇത് നമുക്ക് ഈ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ന്യൂട്രൽ ആ ന്യൂട്രൽ പോയിന്റിൽ കോമൺ ആയിട്ട് സോൾഡർ ചെയ്തു. അതേമാതിരി തന്നെ നമുക്ക് ഇത് 160ൻ്റെ കണക്ഷനാണ്. നമുക്കിത് ഈ ബോർഡിൻ്റെ ഈ 160ലേക്ക് നമുക്കത് സോൾഡർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ട്രാൻസ്ഫോമർ എന്നുള്ള 240 എന്ന് പറഞ്ഞ കണക്ഷൻ, ഈ കണക്ഷൻ നേരെ ബോർഡിൻ്റെ 240 എന്ന് പറഞ്ഞ അതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ 240 എന്ന് പറഞ്ഞ ആ പോയിന്റിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. നമ്മൾ ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ചാർജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ കപ്പാസിറ്റർ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്. നമ്മൾ ചെറിയ ബാറ്ററി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വാല്യൂ ഉള്ള കപ്പാസിറ്റർ ഉപയോഗിക്കുക. വലിയ ബാറ്ററി ആണെങ്കിൽ വലിയ വാല്യൂ ഉള്ള കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ഇതൊരു 5 mAhൻ്റെ കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 40Hൻ്റെ ബാറ്ററിയാണ് നമ്മളിതിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്ററുകൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. മറ്റേ ഈ കപ്പാസിറ്റർ വയ്ക്കുന്നതിന് നമ്മൾ ബോർഡിൽ C1 C2 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ കപ്പാസിറ്റർ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കിനി ഈ കപ്പാസിറ്റർ ഇതിൽ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ ഇൻവെർട്ടറിൻ്റെ LED ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യാം. നമുക്കിതൊന്ന് ലോഡ് ചെയ്ത് നോക്കി നോക്കാം. അതിന് വേണ്ടി നമ്മളൊരു 7Hൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. 12 വോൾട്ട് 7H. നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാം. നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യാം. നമ്മുടെ ഈ LED ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ ഇതിൽ മെയിൻ ഓൺ ചാർജർ, ഇൻവെർട്ടർ ഓൺ, ബാറ്ററി ലോ ആൻഡ് ഓവർലോഡ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കി നോക്കാം. ഓൺ ചെയ്തപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ഓൺ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 280 വോൾട്ട് വരുന്നുണ്ട്. വേണ്ട 250 വോൾട്ട് വരുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മളിതിൽ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 230ൻ്റെ അടുത്തേക്ക് വരും. ഇനി നമുക്കിതിലൊരു ബൾബ് ലോഡ് ചെയ്ത് നോക്കി നോക്കാം.
ഇത് ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബൾബ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വയറുകളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം. കാര്യത്തിന് വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ട് ആവാതെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. വയറൊക്കെ നന്നായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റർ നമ്മളതിൽ കറക്റ്റായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ വയറിങ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഫ്രണ്ട് ഇൻഡിക്കേറ്ററിൽ നമ്മുടെ ചാർജിങ്ങും UPS ഓണും ഇത് രണ്ടും മാറിയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ശരിയാക്കാനായിട്ടാണ് അതിൽ വയറ് കൊടുത്തേക്കണത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കി നോക്കാം. ഇത് നമ്മുടെ ഇൻവെർട്ടർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഏതാ ബാറ്ററി കണക്ട് ചെയ്തെങ്കിൽ ആ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചാർജിങ് കട്ടാവുണ്ടോയെന്ന് കൂടി ശ്രദ്ധിച്ചോളാം. നമുക്ക് ചാർജിങ് കട്ടാവുണ്ടോ നോക്കാനായിട്ട് നമുക്കൊന്ന് പ്ലഗ് ചെയ്ത് നോക്കി നോക്കാം. നമ്മൾ ഇതിൻ്റെ ഈ ഇൻഡിക്കേറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ചാർജിങ് വന്ന് കട്ടായി പോയി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഓൾറെഡി ചാർജ് ആയിട്ടുള്ള ഒരു ഇൻവെർട്ടറിനാണ് ഇത് കൊടുത്തേക്കണത്. അതുകൊണ്ടാണ് അങ്ങനെ കട്ടായി പോയത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻവെർട്ടർ നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വീടുകളിലേക്കുള്ള ചെറിയ ഇൻവെർട്ടർ നമുക്ക് ഇതേമാതിരി അസംബിൾ ചെയ്യാം. പിന്നെ ഇത് ഈ വക വർക്കുകൾ ചെയ്യുമ്പോൾ അത്യാവശ്യത്തിന് ഈ ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേമാതിരി അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇതേമാതിരി കാറുകളിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ഓട്ടോമോട്ടീവ് ബാറ്ററീസ് ഉണ്ടല്ലോ, 32H 35H അങ്ങനെയൊക്കെയുള്ള ബാറ്ററികൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇൻവെർട്ടർ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. നമുക്കിതിൽ ലൈറ്റുകൾ, ഫാന്, TV ഇതൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതേമാതിരിയുള്ള ഇലക്ട്രോണിക് സംബന്ധമായ വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്താനും, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.